ഇപ്പതാ 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഈ വർഷം ഇപ്പൊ പൂർത്തീകരിക്കാൻ പോകുന്ന ആളുകൾ, 9ാം ക്ലാസ് പൂർത്തീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഒരു ക്യാമ്പിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ISRO നടത്തുന്ന യുവിക എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ഇങ്ങനെ അവധിക്കാലം അടക്കുമ്പോഴത്തേക്കും ഭയങ്കര ആശങ്കയിലായിരിക്കും. മക്കൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ആയിട്ട് ചടഞ്ഞുകൂടി മൊബൈലുമ്മ കളിച്ച് സമയം ഇങ്ങനെ നീങ്ങിപ്പോവും. പഠനത്തോടുള്ള താല്പര്യം കുറയും. ചില സബ്ജക്റ്റിലോട് വെറുപ്പാകും. കാരണം ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. പ്രത്യേകിച്ച് മൊബൈലുമായിട്ട് അഡിക്റ്റഡ് ആകുമ്പോൾ, സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടതിൽ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പോൾ. അപ്പൊ അത്തരം കാര്യങ്ങൾ, അത്തരം ആശങ്കകളുള്ള പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം ക്യാമ്പുകളാണ്. ഈ ISROന്റെ ക്യാമ്പിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് ഈ ബഹിരാകാശ പഠന ഗവേഷണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട താല്പര്യങ്ങളോ ശാസ്ത്ര പഠനത്തോടുള്ള താല്പര്യമൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടും. ഈ ക്യാമ്പ് 13 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്, മെയ് 19 മുതൽ 31 വരെ. അവിടെ നമ്മൾ ഈ ശാസ്ത്രജ്ഞന്മാരും അവിടുത്തെ എഞ്ചിനീയർമാര്, സയന്റിസ്റ്റുകൾ, പല തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ, ആസ്ട്രോണമി, ആസ്ട്രോഫിസിക്സ്, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, അത്തരം മേഖലകൾ, അതോടൊപ്പം എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, ആസ്ട്രോജിയോളജി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോ കെമിസ്ട്രി, ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ദെൻ അവരുടെ ഒരു ക്യാമ്പുകൾ, അവരുടെ സെമിനാറുകൾ, അവരുടെ ഇന്ററാക്റ്റീവ് വർക്ക്ഷോപ്പുകൾ, ഇതിലൊക്കെ പങ്കെടുത്ത് ഇത്തരം താല്പര്യങ്ങളുള്ള ആളുകൾക്ക് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്യാമ്പിന് വേറൊരു ഇമ്പാക്റ്റും കൂടി ഉണ്ടാവും. എന്താണെന്നറിയോ? ഇത്തരം സാധനങ്ങളോട് താല്പര്യം വരുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അക്കാദമിക് ഇൻട്രസ്റ്റ് അങ്ങനെ എന്ത് ചെയ്യും? കൂടും. പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ അവർ പഠനത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, ഇത്തരം മേഖലകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഇത് ശാസ്ത്ര മേഖലയിൽ മാത്രമല്ല, പല മേഖലകളിലും ഇങ്ങനത്തെ ക്യാമ്പുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സഹവാസ ക്യാമ്പുകൾ, സോഷ്യലൈസേഷൻ ക്യാമ്പുകൾ അവധിക്കാലത്ത് നടക്കും. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ, ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ഇത്തരം ക്യാമ്പുകളിലേക്ക് വിദ്യാർത്ഥികളെ വിടുന്നത് അവരുടെ പഠന അക്കാദമിക മേഖലകളിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കുറെ കാര്യങ്ങൾക്ക്, ഇമ്പാക്റ്റുകൾക്ക് അത് കാരണമാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 8ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സെലക്ഷൻ നടക്കുന്നത്. ഒരു മിനിമം മാർക്ക് പറയുന്നുണ്ട്, 50% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ദെൻ ഈ 50% മാർക്ക് മാത്രം പരിഗണിച്ച്, അല്ലെങ്കിൽ അത് 8ാം ക്ലാസ്സിലെ മാർക്ക് മാത്രം പരിഗണിച്ചല്ല എടുക്കുന്നത്. ഈ കലാകായിക മേളകളിൽ അവർ പങ്കെടുത്തത്, ശാസ്ത്രമേളകളിൽ, ഒളിമ്പ്യാഡ്, NCC, NSS, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, ഇങ്ങനത്തെ പങ്കെടുത്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഈ സ്കൂൾ, അവർ പഠിച്ച സ്കൂള് ഒരു ഗ്രാമീണ മേഖലയിലോ അതല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലൊക്കെ ഉള്ള സ്കൂളുകളാണെങ്കിൽ അതിന് കൂടുതൽ പരിഗണന കിട്ടും. അപ്പൊ ഇതെല്ലാ ഘടകങ്ങളും ചേർത്ത് വെച്ചാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സെലക്ഷൻ പ്രോസസ്സ് നടന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ 19ാം തീയതി അവർക്ക് പറഞ്ഞ, അപ്പൊ ഈ സെന്റർ, ISROന്റെ സെന്ററുകൾ ഉണ്ടല്ലോ, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ശ്രീഹരിക്കോട്ട, ഡെറാഡൂൺ, ഷില്ലോങ്, ഈ സ്ഥലങ്ങളിൽ 6 സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. മാർച്ച് 23 വരെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പൊ പരീക്ഷയുടെ തിരക്കിലായിരിക്കും വിദ്യാർത്ഥികൾ എല്ലാവരും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സമയത്തിന് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. മാർച്ച് 23 മുമ്പ് തന്നെ ഫോം ഫില്ല് ചെയ്യണം. ISRO വെബ്സൈറ്റിൽ കയറിയാൽ മതി. ISRO.gov.in വെബ്സൈറ്റിൽ കയറാം, അപേക്ഷ സമർപ്പിക്കുക. ആവശ്യമായ രേഖകൾ അവർ ചോദിക്കും, അതും കൊടുത്തേക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. രസകരമായ ക്യാമ്പാണ്, സൗജന്യമാണ്, താമസവും ഭക്ഷണവും ഒക്കെ. ഞാൻ ഇതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്നറിയാം, പലപ്പോഴും ഒരുപാട് ആളുകൾ തന്നെ ആശങ്കപ്പെടും, മക്കൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവധിക്കാലം മുഴുവൻ അവർ ഫോണിന്റെ പിന്നാലെ പോകുന്നു, ഒട്ടും ക്രിയാത്മകമല്ലാതെ സമയം വിനിയോഗിക്കുന്നു, വളരെ വിനാശകരമായിട്ട് സമയം ഉപയോഗിക്കുന്നു എന്നൊക്കെ പരിതപിക്കുന്ന പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, വെറുതെ അങ്ങനെ പരിതപിക്കുന്നതിന് പകരം ഇത്തരം ക്യാമ്പുകളും ഇത്തരം സോഷ്യലൈസേഷൻ ക്യാമ്പുകളും പ്രോഗ്രാമുകളൊക്കെ കണ്ടെത്തിയിട്ട് വിദ്യാർത്ഥികൾ അതിലേക്ക് വിടുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ക്യാമ്പിൽ താമസിക്കുന്ന ദിവസങ്ങൾ മൊബൈലിൽ നിന്ന് മാറി നിൽക്കും എന്ന ആ പോയിന്റിലല്ല നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. മറിച്ച് ഈ ക്യാമ്പുകളിലൂടെ അവർക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും, അവർ കുറെ ഇന്ററാക്ട് ചെയ്യും വിദ്യാർത്ഥികളോട്, സോഷ്യലൈസേഷൻ സാധ്യമാകും. അതോടൊപ്പം പഠനത്തോടുള്ളൊരു ഇൻട്രസ്റ്റ്, ഒരു പാഷൻ അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ചില സബ്ജക്റ്റുകളോടൊക്കെ അവർക്കുള്ള ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ചിലപ്പോൾ ഒഴിവായി കിട്ടും. അതല്ലെങ്കിൽ അത്തരം സബ്ജക്റ്റുള്ള അവരുടെ ഉള്ളിലുള്ള ഒരു താല്പര്യം കൂടുതൽ അങ്ങ് നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ തലത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമ്പുകൾ, പ്രത്യേകിച്ച് ISROന്റെ യുവിക 2025 മറക്കാതെ അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക. അത്തരം ക്യാമ്പുകൾ കണ്ടെത്തി അതിലേക്ക് കുട്ടികൾ എത്തിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ. Career Guru, molding your future.